അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ മുട്ടം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന തുടങ്ങനാട് ഗ്രാമത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ. ആ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമാകുകയും പ്രത്യേകിച്ച് തുടങ്ങനാട്ടുകാരായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്നവരാണ്, അവർക്ക് തങ്ങളുടെ നാട് വീണ്ടും കാണാൻ സാധിച്ചതിലും വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റിയതിലും സന്തോഷം രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് പരാതികളും ഉണ്ടായിരുന്നു. അതായത് തുടങ്ങനാട് ഗ്രാമത്തിൻ്റെ വീഡിയോ ചെയ്തിട്ട് തുടങ്ങനാടിൻ്റെ എല്ലാമായിട്ടുള്ള വിച്ചാട്ട് കവലനെ ഉൾപ്പെടുത്താത്തത് മോശമായി പോയി, തുടങ്ങനാട്ടുകാരുടെ ഒരു ചങ്കിടിപ്പാണ് വിച്ചാട്ട് കവല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തുടങ്ങനാട്ടുകാരും വിച്ചാട്ടുകവലയും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ടെന്ന്. അതായത് അവർക്കെല്ലാമാണ് വിച്ചാട്ടുകവല, അവിടെ ഒരു കൂടിച്ചേരലിൻ്റെ ഒരു സ്ഥലം കൂടിയാണ് വിച്ചാട്ടുകവല. തീർച്ചയായിട്ടും ഇത് കാണിക്കാത്തത് ഒരു കുറവ് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പരാതി ഒന്ന് പരിഹരിക്കാൻ പോവുകയാണ്. നമ്മളിന്ന് ആദ്യം പോകുന്നത് വിച്ചാട്ടുകവലയുടെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ്. പിന്നെ തുടങ്ങനാട് ഗ്രാമത്തിനെക്കുറിച്ച് വീണ്ടും പറയേണ്ട ഒരു ആവശ്യമുണ്ടോ? ആ ഒരു വീഡിയോ ചെയ്തപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചു എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് തുടങ്ങനാടിൻ്റെ സ്വന്തം വിച്ചാട്ടുകവല. പേര് പോലെ തന്നെ ഇത് ചെറിയൊരു കവലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കരിങ്കുന്നം ഡയറക്ഷനിൽ നിന്നാണ് വന്നത് അവിടുന്ന്. അപ്പോൾ ഈ വഴി നേരെ പോയാലൊരു 12 കിലോമീറ്റർ കൊണ്ട് മുട്ടം ചെന്നിട്ട് തൊടുപുഴയ്ക്ക് എത്താം. ഈ ജംഗ്ഷനിൽ നിന്ന് ആ കാണുന്ന വഴിയല്ലേ, അത് നീലൂർ കൂടി പാലായിക്ക് പോകുന്നതാണ്. 20 കിലോമീറ്റർ കൊണ്ട് പാലായിക്ക് എത്താം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ തുടങ്ങനാട് കണ്ടുപോലെ തന്നെയുള്ള ആ പഴയ കാലത്തെ കടകൾ, കൂടുതലും പഴയ കാലത്ത് തന്നെ കടകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ നമ്മൾ തുടങ്ങനാട്ടിലേക്ക് എത്തും. ഇതും തുടങ്ങനാടിൻ്റെ തന്നെ ഭാഗമാണ് ഈ വിച്ചാട്ടുകവല എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത ആ ഒരു ഭാഗങ്ങളൊക്കെ അല്പദൂരം മുന്നിലായിട്ടാണ് ആ പള്ളിയൊക്കെ വരുന്നത്. അതുപോലെ ഇവിടെ തന്നെ നമുക്കിത് കുറേ വീടുകളൊക്കെ കാണാവേ. ഈ ഒരു ഭാഗത്തൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കള്ള് ഷാപ്പുണ്ട്. ആ കട എല്ലാം ഒരു പലക വെച്ച് അടയ്ക്കുന്ന മാതിരിയുള്ള കേരളത്തിലെ പണ്ട് കാലത്തെ പഴയ കാലത്തിൻ്റെ ഒരു ഓർമ്മയാണ് ഇവിടെ നിൽക്കുമ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ വിച്ചാട്ട് എന്ന വീട്ടുപേരിൽ ഇവിടെ കുറേ കുടുംബങ്ങളുള്ളതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് വിച്ചാട്ട് കവല എന്ന പേര് വന്നത് കേട്ടോ. എൻ്റെ പേര് ജിമ്മി, വീട്ടുപേര് വിച്ചാട്ട്. ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. എൻ്റെ വീടാണ് ഈ കാണുന്നത്. എൻ്റെ കെട്ടിടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നേരത്തെ ഇത് തുടങ്ങനാട് എന്നറിയപ്പെടുന്ന സ്ഥലമായിരുന്നു. പിന്നീട് അത് വിച്ചാട്ട് കവലയായത് എൻ്റെയും എൻ്റെ പേരപ്പൻ്റെ മക്കളുടെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഈ വിച്ചാട്ടുകവലയുള്ള കെട്ടിടങ്ങളും ഇതെല്ലാം. അത് കാരണമാണ് ഇപ്പോൾ വിച്ചാട്ടുകവല എന്ന പേര് കിട്ടിയത്. ഈ നാടിന് വേറെ പ്രത്യേകത വെച്ചാൽ എൻ്റെ ഫാദർ ഒരു അധ്യാപകനും നാടകക്കാരനും നാടക സംവിധായകൻ, സിനിമയിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കലാകാരന്മാർ നിറഞ്ഞ നാടാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തന്നെയാണ് CMI സ്കൂൾ പണിതുകൊണ്ടിരിക്കുന്നു. പിന്നെ ഹിൻഡ്രയുടെ സ്പൈസസ് പാർക്ക് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ തുടങ്ങനാട് ഒന്നിനൊന്നിന് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇവിടെ ഉള്ളത്. ചാക്കോയുടെ മകൻ തീക്കുഴിവേൽ വീട്ടിൽ സണ്ണി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ ചെറുപ്പകാലം മുതൽ തുടങ്ങനാട് വിച്ചാട്ടുകവല കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്നൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഇവിടെ മുകളിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന വീട് വിച്ചാട്ട് ജോൺ സാർ എന്നറിയപ്പെടുന്ന ഒരു നാടക നടനും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു. വിച്ചാട്ടുകവലയെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ വിച്ചാട്ടുകവല നേരത്തെ കുറച്ച് ഗുണ്ടായിസം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇന്ന് ആ തലമുറകളൊക്കെ മാറി മറിഞ്ഞപ്പോൾ പുതുതലമുറകൾ വന്നപ്പോൾ വിച്ചാട്ടുകവലയ്ക്ക് ഒരുപടി മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് പുരോഗതിയുടെ പാതയിലാണ് വിച്ചാട്ടുകവല പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇതുവഴി നീലൂർ വഴി പോകുന്ന പാലാ ബസ്സുകളൊക്കെ ഒരു 10ഓളം ബസ്സുകളുണ്ട്. അതുകൊണ്ടൊക്കെ ഇന്ന് യാത്രാക്ലേശമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇവിടെ യാത്ര ചെയ്യുവാൻ ആൾക്കാർക്ക് സാധിക്കുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ അപ്പൂസ് എന്ന ഒരു സ്ഥാപനമുണ്ട്, ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ്. അത് നിർമ്മിക്കുന്ന ജാസ്മിൻ എന്ന് പറയുന്ന ആ ലേഡി, അവരുടെ ഈ പ്രസ്ഥാനം ഇന്നിവിടെയുള്ള ആൾക്കാരെല്ലാവരും ഒരുമിച്ച് നിന്ന് ആ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുകയാണ്. അതുപോലെ തുടങ്ങനാടിൻ്റെ പ്രവർത്തനത്തിൽ ഒരു കള്ളി ഷാപ്പ് എന്നിവിടെയുണ്ട്. ആ കള്ളി ഷാപ്പ് ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ ഒരു അനുഗ്രഹമാണ്. ഒരു ഗ്ലാസ് കള്ള് കുടിച്ചുകൊണ്ട് ഉള്ള ജീവിതമാണ് ഇവിടെ ഓരോരുത്തരും നയിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ചായക്കട തീക്കുഴിവേലിൽ പാപ്പച്ചൻ നടത്തിക്കൊണ്ടിരുന്ന ചായക്കടയാണ്. അതിപ്പം മകൻ മാത്യു ആണ് നടത്തുന്നത്. ആ ചായക്കട 10 രൂപ തോതിൽ മാത്രമാണ് കടികളും പൊറോട്ടയും അല്ലെങ്കിൽ മുട്ടക്കറി വരെ കിട്ടുന്നത്. അതിവിടെയുള്ള വിച്ചാട്ടുകവലയിലെ മുഴുവൻ ജനങ്ങൾക്കും അതൊരു വലിയൊരു ആശ്രയ കേന്ദ്രമാണ്. 30 രൂപ ഉണ്ടെങ്കിൽ 2 പൊറോട്ടയും ഒരു മുട്ടക്കറിയും കഴിച്ച് വയറ് പുഷ്ടിയായി പോകാവുന്ന രീതിയിലുള്ള ഒരു പ്രസ്ഥാനം ഈ കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റില്ല. അത് വിച്ചാട്ടുകവല തീക്കുഴിവേലി മാത്യു കുര്യൻ നടത്തുന്ന ചായക്കട മാത്രമായിരിക്കും. അപ്പോൾ ഇതാണ് 10 രൂപയ്ക്ക് പൊറോട്ടയും മുട്ടക്കറി അല്ലേ കിട്ടുന്ന ഹോട്ടല്. ഹോട്ടലിൻ്റെ പേരെന്താ ഹോട്ടലിൻ്റെ പേരില്ല? ചേട്ടൻ്റെ പേരിന്? എൻ്റെ പേര് മാത്യു. ആ, മുട്ടക്കറിക്ക് 10 രൂപ ഉള്ളൂ ഇപ്പോഴും? അതെയോ? അങ്ങനെ കൊടുത്താൽ മുതലാവോ? എല്ലാം തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. ആണോ? അതല്ലേ. തിരക്കുണ്ടോ? അകലേന്ന് വരുന്നുണ്ടോ? അകലേന്നൊക്കെ? അതെല്ലേ.
അതെയോ? ആ ചായ എടുക്കാനൊക്കെ സഹായിക്കുമോ? അങ്ങനെയാണോ? 4 മണിക്ക് കട ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഓരോ കസ്റ്റമറും ഹിന്ദിക്കാർ മുതൽ മലയാളീസൊക്കെ ഒത്തിരി പേരുണ്ട്. എല്ലാവരും വരും, പ്ലേറ്റ് കഴിയും, ഗ്ലാസ് എടുത്ത് കഴി വെക്കും, ചായ ഇദ്ദേഹം അടിച്ചു കൊടുക്കും, പൊറോട്ട എല്ലാവരും ഓരോരുത്തരോരുത്തരും എടുത്ത് കഴിക്കും. അത് പൈസ പോലും മേടിക്കാൻ ആളില്ല. അവർ പാത്രം വെച്ചിട്ടുണ്ട്, ആ പാത്രത്തെ നിക്ഷേപിക്കുകയാണ്. ആരും പൈസ ഒന്നും കുറയ്ക്കാറൊന്നുമില്ല. അതെ, നല്ല കാര്യം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ 30 രൂപ ഉണ്ടെങ്കിൽ വയറ് നിറച്ച് പോകാം. വെളുപ്പിന് 3 മണിക്ക് ഇവിടെ സ്ഥലത്തെത്തും, വൈകിട്ട് 5 മണിക്ക് കട നിർത്തി പോകും. 5 മണി വരെയുള്ള പരിപാടി ഇപ്പൊ 6 മണി വരെ ആക്കിയെന്ന് തോന്നുന്നു. 7 വരെ ഉണ്ട്. എത്ര വർഷമായി ഏട്ടാ കട തുടങ്ങിയിട്ട്? ഈ കടയ്ക്ക് ഒരു 50 വർഷത്തെ പഴക്കമുണ്ട്. അതുപോലെ ഉണ്ടല്ലോ, ഈ കെട്ടിടങ്ങൾക്കൊക്കെ എത്ര വർഷത്തെ പഴക്കമുണ്ട് ഇവിടെ കാണുന്നത്? 50-60 വർഷം പഴക്കമുണ്ടല്ലേ? ഇത് 60 വർഷമാണ്. ഞാനുണ്ടായി എനിക്ക് 5 വയസ്സ് മുതൽ കിട്ടും. എനിക്ക് 63-ാം വയസ്സാകുക. അന്നേരം എനിക്കിപ്പം എന്റെ ബിൽഡിംഗ് ആണല്ലോ ഇത്, എന്റെ അപ്പനായിട്ട് പറഞ്ഞതാണല്ലോ. എന്റെ ഓർമ്മയിൽ ഈ കെട്ടിടം ഉണ്ട്. അപ്പൊ ഏകദേശം ഒരു 60 വർഷത്തിന് മേൽ, ഇതും അത് 100 വർഷത്തിന് മേൽ. അത് 100 വർഷത്തിന് മേളിലല്ലേ? അപ്പോൾ ഈ തുടങ്ങനാട് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ പഴയ ഒരു കുടിയേറ്റ ഗ്രാമമാണ് കേട്ടോ. നമ്മുടെ തുടങ്ങനാടിൻ്റെ ആദ്യത്തെ വീട് ചെയ്തപ്പം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 100 വർഷത്തിലേറെയായി ഇവിടെ കുടിയേറ്റമൊക്കെ ആരംഭിച്ചിട്ട്. അപ്പം ഈ ഒരു സ്ഥലത്തുനിന്ന് ഒരുപാട് ദൂരം ഇല്ലാത്ത പ്രദേശങ്ങളിൽ നിന്നാണ് ഇവിടെ ആദ്യകാലത്ത് ആളുകൾ കുടിയേറി താമസം ആരംഭിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു പള്ളിയാണ് ആദ്യം സ്ഥാപിക്കുന്നത് 1916 സെൻറ്റ് തോമസ് ചർച്ച്. അതിനുശേഷം സ്കൂളുകൾ വന്നു. പിന്നെ കുടിയേറ്റ കാലത്തൊക്കെ ആരംഭിച്ച കടകളൊക്കെ നമുക്കിവിടെ കാണാം. പഴയ കടകൾ, പഴയ രീതിയിലുള്ള കടകൾ, അതിനൊക്കെ 100 വർഷം മേളിൽ പഴക്കമുള്ള കടകൾ നമുക്ക് ഈ തുടങ്ങനാട്ടും വിച്ചാട്ട് കവലയിലൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പഴയ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് വരുന്നത് ആ ഒരു കെട്ടിടങ്ങളൊക്കെ, കടകളൊക്കെ കാണുമ്പോഴത്തേനും. അപ്പം എന്തേ ഈ കടയ്ക്കൊരു 100 വർഷത്തിന് മേളിൽ പഴക്കം ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ആദ്യകാലത്ത് ഇവിടെ ഈ കുടിയേറ്റമൊക്കെ ആരംഭിക്കുന്ന കാലത്ത് പണിതൊരു കടയാണ്. ഈ കടയ്ക്കാണോ 100 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞേ? 100 വർഷം മേളിലായോ? അതെ അല്ലേ? ഇപ്പം എത്ര തലമുറ ചേട്ടൻ? എത്ര തലമുറയിലാണ്? 4ാം തലമുറ അല്ലേ? ഓക്കെ. ഇത് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന കടകളല്ലേ? അതിൽ ഇതായിരുന്നല്ലേ? കുടിയേറ്റം കഴിഞ്ഞപ്പം നിർമ്മിച്ചതാണ്. പഴയ കടയുണ്ട്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങനത്തെ ഈ പലക വെച്ച് അടയ്ക്കുന്ന കടകളല്ലേ? ഇതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം. കാരണം ഇതൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇതൊക്കെ പഴയ ഒരു കേരളത്തിൻ്റെ, നമ്മുടെ പഴയ കാലത്തിൻ്റെ ഓർമ്മയാണ്. ഇതൊക്കെ കാണുകയെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനത്തെ കടകളൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ മാത്രം കാണാൻ വരുന്നത് അല്ലേ? ചേട്ടൻ്റെ കട എന്ന് പറഞ്ഞാൽ ചെറിയ പലചരക്ക് കട, എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്, പച്ചക്കറി ഉണ്ട്. അപ്പം ഈ കാണുന്നത് മച്ചെന്ന് പറയും, മച്ച്. ഇതിൻ്റെ മേളിലൊക്കെ കയറാട്ടോ. അവിടെ ഓരോ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് വയ്ക്കുന്നതാണ് പഴയ വീടുകളിലൊക്കെ. എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള മച്ചൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ പഴയ അലമാരി ഉണ്ടോ, പലക കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ആ ഒരു പഴയ കാലത്തെ അലമാരിയും എല്ലാം തന്നെ പഴയതാണേ. അങ്ങനെ പുതിയതായിട്ടൊന്നും തന്നെ ഈ കടയിൽ നിലവിൽ കൂട്ടിച്ചേർത്തിട്ടില്ല. ആ പഴമയാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടോ മൊത്തം കംപ്ലീറ്റ് മച്ചാണ്. അപ്പോൾ നമ്മൾ തുടങ്ങനാട് ഗ്രാമത്തിൻ്റെ വീട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലകൾ കോട്ട തീർക്കുന്നൊരു ഗ്രാമമാണ്. ചുറ്റും മലകളാണ് കേട്ടോ. അപ്പോൾ അതിൽ കോച്ചേരിമല, വാഴമല, കന്യാമല എന്ന് പറഞ്ഞാൽ 3 മലകളാണ് പ്രധാനം. അതിൽ കന്യാമലയാണ് ആ കാണുന്നത്. വലിയൊരു മലയാണേ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത് കേട്ടോ. ആ താഴെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് മലയുടെ താഴ്വാരത്തായിട്ട്. കന്യാമല. അപ്പോൾ അതെ ഈ വീട് കണ്ടോ. അപ്പോൾ ഈ വീട്ടിൽ ഒരു ചേച്ചി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ആ ചേട്ടൻ പറഞ്ഞില്ലായിരുന്നു. ആ ചേച്ചി കണ്ണ് കാണാൻ മേല കേട്ടോ. കണ്ണ് കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട ചേച്ചിയാണ്. ആ ചേച്ചി ആണ് ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാവേ. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ യൂണിറ്റ്. അപ്പോൾ ഇന്നിവിടെ പ്രൊഡക്ഷൻ കുറവാണ് കേട്ടോ. ഇത് കണ്ടോ, നെയ്യപ്പമാണല്ലേ? നേർച്ച, ഈ പള്ളിയിൽ നിന്നൊക്കെ നേർച്ച ആയിട്ട് കൊടുക്കില്ലേ? കണ്ടോ, ലൈവായിട്ട് ഉണ്ടാക്കുന്നതാണ് നമുക്ക്. എത്ര പേരുണ്ട് നിങ്ങൾ? 12 പേരുണ്ടല്ലേ മൊത്തം? ഓക്കെ, തണുപ്പിക്കുക അല്ലേ? അപ്പോൾ അങ്ങനെയാണ് തണുപ്പിച്ചെടുക്കുന്നത് കേട്ടോ. നല്ല ചൂടാണ്, ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ്. ഫാൻ വെച്ച് തണുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. ഞാൻ അവിടെ കുറേ മെഷീനറീസൊക്കെ ഉണ്ടല്ലേ? പാക്കിങ് കാര്യങ്ങളെല്ലാം അതിൻ്റെ അടുത്താണ് വരുന്നത്. ഓക്കെ, പാക്കിങ്ങിൻ്റെ മെഷീനൊക്കെയാണ്. ഓ ശരി ശരി. റോസ്റ്റ് ചെയ്യണ മെഷീനാണ് ഈ കാണുന്നത് അല്ലേ? എത്ര കിലോ ഉണ്ട് ഇതിൽ? എത്ര കിലോ ഇടാം അതിൽ? 60 കിലോ കപ്പാസിറ്റി ഉണ്ടല്ലേ? ഇത് രണ്ടും റോസ്റ്റ് ചെയ്യണ മെഷീനാണോ? ഓക്കെ. ആ.
ഉണ്ടോ അതിലാണ് റോസ്റ്റ് ചെയ്യുന്നത്. പൊടിക്കുന്നത് എവിടെയാ അല്ലേ? ആ മില്ല്. എൻ്റെ പേര് ജാസ്മിൻ. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് തൊടങ്ങനാടാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ ഹസ്ബൻഡ് അജി, ഞങ്ങൾക്കൊരു മോനാണുള്ളത് അഖിൽ. ഞങ്ങളുടെ വീട്ടുപേര് വിച്ചാട്ട്. ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ അപ്പൂസ് ഫുഡ്സ് എന്നൊരു യൂണിറ്റ്, ഫുഡിൻ്റെ യൂണിറ്റ് ഉണ്ട്. ഞങ്ങൾ പ്രധാനമായിട്ടും നെയ്യപ്പമാണ് ഉണ്ടാക്കുന്നത്. അതുകൂടാതെ പൊടികൾ ഐറ്റംസ്, അതായത് സ്റ്റീം മെയ്ഡ് പുട്ടുപൊടികൾ, അവലോസ് പൊടി, റാഗി അവലോസ്, അങ്ങനെ ഒരു 30 മുളക് പൊടികൾ, അങ്ങനെ ഒരു 30ഓളം ഐറ്റംസ് പൊടികളും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, നെയ്യപ്പമാണ് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത്. നമ്മൾ ഇത് നേർച്ചയപ്പമായിട്ട് 5 രൂപതകളിലെ പള്ളികളിൽ കൊടുക്കുന്നുണ്ട്. പ്രധാന വിശുദ്ധരുടെ തിരുനാളിനോടനുബന്ധിച്ചാണ് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ഭരണങ്ങാനത്ത് അൽഫോൻസാമയുടെ പള്ളിയിലാണ് കൊടുക്കുന്നത്. അതുകൂടാതെ അരുവിത്തറ, കുറവലങ്ങാട്, മാന്നാനം, അങ്ങനെ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു മോനാണുള്ളത് അഖിൽ. അവന് സെർബൽ പൾസി എന്നൊരു അസുഖമുണ്ട്. അപ്പോൾ അവൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് നടന്ന സമയത്താണ് എൻ്റെ കണ്ണിന് കാഴ്ച കുറയാൻ തുടങ്ങി. ആ കാഴ്ച കുറയാൻ തുടങ്ങിയ സമയത്താണ് ഞാനിങ്ങനെ മോൻ്റെ പേരിൽ അപ്പൂസ് ഫുഡ്സ് എന്ന പേരിൽ ഒരു യൂണിറ്റ് തുടങ്ങിയത്. അപ്പം അത് തുടങ്ങിയപ്പോൾ ഞാനാണ് അതിൻ്റെ മാവ് മിക്സ് ചെയ്തും കുഴച്ച് കൊടുക്കുന്നതും ഉണ്ടാക്കുന്നതും ആദ്യം തന്നെയാണ് ചെയ്യാൻ തുടങ്ങിയത്. സ്റ്റാഫ് സഹായത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 14 വർഷമായിട്ട് കാഴ്ച നഷ്ടപ്പെട്ട് പോയ ആളാണ് ഞാൻ. എങ്കിലും ഇതിൻ്റെ എല്ലാ ജോലികളും മാവ് റെഡിയാക്കി കൊടുക്കാനും ഇവരുടെ കൂടെ, സ്റ്റാഫിൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും കൂടെയുണ്ട്. ഞങ്ങൾക്ക് ഓർഡറിൻ്റെ അനുസരിച്ചാണ് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞൊരു 30 കിലോ മുതൽ ഒരു 700 കിലോ വരെയൊക്കെ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയത്ത് 32 പേരാണ് സ്റ്റാഫ് പണിയുന്നത്. ഞങ്ങളെല്ലാവരും നല്ല ഭംഗിയായിട്ട് കൂട്ടുകാരെ പോലെ മുന്നോട്ട് പോകുന്നു. അപ്പം എനിക്ക് ഇങ്ങനെ കാഴ്ചയില്ലെങ്കിലും ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് അജിയുടെ സപ്പോർട്ടാണ് എല്ലാത്തിനും. അതുകൊണ്ട് കുഴപ്പമില്ലാതെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ പ്രൈസ് തുടങ്ങി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വിച്ചാട്ടുകവല ഈ പറയുന്ന പോലെ തന്നെ തുടങ്ങനാട്ടുകാർക്ക് അവർക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു സ്ഥലമാണെന്ന് ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത്. ഞാൻ പ്രതീക്ഷക്കാലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണാനും അറിയാനൊക്കെ സാധിച്ചു. അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് പേര് വിദേശത്തും മറ്റൊക്കെ ആയിട്ട് സ്ഥിര താമസമാക്കിയവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, പഠിക്കാൻ പോയവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിച്ചാട്ടുകവലയിൽ നിന്ന് നീലൂർ പാലാ പോകുന്ന റോഡിലത് ഇവിടെ വലിയൊരു നിർമ്മാണമൊക്കെ നടക്കുന്ന കാണാവേ. ഇതിവിടെ വരാൻ പോകുന്നൊരു സ്കൂളാണ് കേട്ടോ. CMIയുടെ ഒരു സ്കൂളാണേ. ഏകദേശം അതിൻ്റെ പണിയൊക്കെ പൂർത്തിയാവാറായിട്ടുണ്ട്. കുറച്ച് നാളായി ഇതിൻ്റെ പണിയൊക്കെ ആരംഭിച്ചിട്ട്. വലിയൊരു സ്കൂളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുറ്റിനുമായിട്ട് മലകളിങ്ങനെ കോട്ട തീർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നാൽ വ്യക്തമാകുന്നത് കേട്ടോ. അതാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മലകളുടെ താഴെയായിട്ടാണ്, അതായത് ഒരുപാട് മലകളുടെ താഴെയായിട്ടാണ് തുടങ്ങനാട് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതിലാ കാണുന്ന മലയില്ലേ, നമ്മൾ കുറച്ച് മുമ്പ് പോയില്ലായിരുന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീട്ടിലെ, അവിടെ നിന്ന് കണ്ട ഒരു മലയാണേ കന്യാമല. അങ്ങനെ ഒരുപാട് മലകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതുപോലെ ഇവിടുന്ന് നമുക്ക് ആ ഒരു സെൻറ്റ് തോമസ് ചർച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ മുകളിൽ നിന്നാൽ കാണാം. എന്തായാലും സ്കൂളൊക്കെ ഇരിക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് വളരെ മനോഹരമാണെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം വിച്ചാട്ടുകവലയിൽ നിന്ന് നീലൂർ പാലാ റോഡിൽ പുറവിള എന്നുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പുറവിള ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നമുക്ക് ചെറിയൊരു കുരിശുപള്ളി നമുക്ക് ഇവിടെ കാണാം. അതുപോലെ നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ നമുക്ക് തുടങ്ങനാട് ഗ്രാമത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ആ പള്ളി കാണാം, അതുപോലെ ആ സ്കൂളും കുറേ പ്രദേശങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം. വലിയ മലകളൊക്കെ ആയിട്ട് ഈ മലയുടെ മുകളിലൊക്കെ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ വീടുകളുണ്ട്. ഈ താഴെയൊക്കെ ഒരുപാട് പേര് താമസിക്കുന്നതാണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ വീടുകളൊന്നും കാണത്തില്ലെന്നേ ഉള്ളൂ. അതൊക്കെ റബ്ബർ തോട്ടമാണ് കേട്ടോ. ആ കാണുന്ന മലയിലൊക്കെ റബ്ബറാണ് കൃഷി ചെയ്തേക്കുന്നത്. ഇവിടെയൊക്കെ ധാരാളം വീടുകളൊക്കെ ഉള്ളതാണ് കേട്ടോ. അതുപോലെ ഈ പ്രദേശത്തും ഉണ്ട്. ആ മേളിലേക്കും മലയാണ്. എവിടെ നോക്കിയാലും മലകൾ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കാണാനുള്ളത്. അപ്പോൾ ഈ പുറവിള ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മളങ്ങനെ ഇടുക്കി ജില്ല കഴിയാൻ പോവുകയാണ്. നേരെ കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലം കഴിഞ്ഞാൽ ഇതിനപ്പുറം കോട്ടയം ജില്ലയാണ്. അങ്ങനെ നമ്മൾ മുട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തി പിന്നിട്ട് കടനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ മലയുടെ മേളിലൊക്കെ ധാരാളം ആളുകൾ താമസിക്കുന്നതാണ്. ഒരുപാട് വീടുകളൊക്കെ കാണാം. പിന്നെ കൂടുതലും വലിയ തോട്ടങ്ങളാണ് കേട്ടോ, റബ്ബർ തോട്ടങ്ങൾ. അങ്ങനെ വീണ്ടും നമ്മളൊരു ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് കണ്ടത്തിമാവ് എന്നാണ് കേട്ടോ. കണ്ടത്തിമാവ് എന്നാണെന്നുണ്ടെങ്കിലും നിലവിൽ അറിയപ്പെടുന്നത് ചൂൽ സിറ്റി എന്നാണ്. അപ്പോൾ നീലൂർ ടൗണിനടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം ഉള്ളത് കേട്ടോ.
ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 2-3 കടകളൊക്കെ കാണാം. ആ കടകളിലെല്ലാം തന്നെ വിൽക്കുന്ന പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ചൂലുകളാണ്. ഒരുപാട് വെറൈറ്റീസിലുള്ള ചൂലുകൾ, പല വിലകളിലുള്ള ചൂലുകൾ. നമുക്ക് ഇഷ്ടത്തിനുള്ള ചൂലുകളൊക്കെ നോക്കി വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ചൂലുകൾ മാത്രമല്ല, മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, കൊട്ട, വട്ടി, പരമ്പ്. അപ്പോൾ ചൂലുകൾ പ്രധാനമായിട്ടും വിൽക്കുന്ന കടകളൊക്കെ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് കണ്ടത്തിമാവ് പിന്നീട് ചൂൽ സിറ്റി എന്നറിയപ്പെടാൻ തുടങ്ങി കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഈ ചൂൽ സിറ്റിനെ കുറിച്ച്, അതുകൊണ്ട് അധികം കാഴ്ചകളിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടത്തിമാവിൽ നിന്ന് നേരെ മേലുകാവ് റൂട്ടിൽ പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ ഒരു ജംഗ്ഷനാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് എള്ളുംപുറം എന്നാണ്. ഇവിടെ പ്രധാനമായിട്ടും പഴയൊരു പള്ളി നമുക്ക് കാണാം. പഴയൊരു CSI പള്ളിയാണ്. 1887 സ്ഥാപിതമായ ഈസ്റ്റ് കേരള മഹായിടവയുടെ ഒരു പള്ളിയാണ് ആ കാണുന്നത്. ഇവിടുന്ന് മേലുകാവ് മറ്റത്തേക്കും കാഞ്ഞിരം കവലയിലേക്കൊക്കെ പോകാമേ. ആ പള്ളിയോട് സമീപമായിട്ട് നമുക്കവിടെ ഒരു LP സ്കൂൾ കാണാം. ഈ പള്ളിയോട് ചേർന്നത് ഇവിടെ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ ഇത് കാണാനാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നത് കേട്ടോ. ഇത് പഴയൊരു മേടയായിരുന്നു കേട്ടോ. ഈ പള്ളി നിർമ്മിക്കുന്ന കാലത്ത് ഇവിടെ പണിതൊരു മേടയായിരുന്നു. നിലവിലിപ്പം ഇതിൻ്റെ താഴ്ന്ന നിലയിൽ ഇവിടെ ഒരു ചായക്കട പ്രവർത്തിക്കുന്നുണ്ടേ. അത് രാവിലെ സമയങ്ങളിൽ മാത്രമാണ് തുറക്കുകയുള്ളൂ. അപ്പോൾ എത്ര വർഷം പഴക്കം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ ഈ മേടയ്ക്ക്. ആ കാലപ്പഴക്കം ചെന്നിട്ടേ തടിയൊക്കെ ഇങ്ങനെ ദ്രവിച്ച് നിൽക്കുകയാണ്. തടി വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്നതാണ് നേരത്തെ. അതുപോലെ തന്നെ കുറേ കൊത്തുപണികൾ നമുക്കിവിടെ കാണാം കേട്ടോ. അതിൽ ശ്രദ്ധേയമായൊരു കാര്യം എന്ന് പറയുന്നത് കണ്ടിരുന്നത് ഈ ആനയുടെ തലയാണ് കൊത്തി വെച്ചേക്കുന്നത് തടിയിൽ. അത് കണ്ടോ, അതിങ്ങനെ കുരിശിങ്ങനെ താങ്ങി നിർത്തിയേക്കുന്ന രീതിയിലാണ്. അത് കണ്ടില്ലേ, അതൊരു കുരിശിങ്ങനെ താങ്ങി നിർത്തിയേക്കുന്ന രീതിയിലാണ്. 2 വശങ്ങളിൽ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ചെറിയ കൊത്തുപണികളൊക്കെ തടിയിൽ ചെയ്തേക്കുന്ന കാണാം കേട്ടോ. അന്നത്തെ കാലത്ത് ചെയ്ത പണികളാണ് അതൊക്കെ. അവിടെ അടപ്പലകയൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ആ ഒരു ചായക്കട മാത്രമേ ഉള്ളൂ നിലവിലിപ്പം പ്രവർത്തിക്കുന്നുള്ളൂ. മൊത്തം ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മേലത്തെ നിലയിലേക്ക് കയറാനായിട്ട് ഇവിടെ ഒരു ഒരു ഗോണിയൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ആയിട്ടായിരുന്നു. എല്ലാം ദ്രവിച്ചപ്പോൾ എടുത്ത് കളഞ്ഞതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പ്രധാനമായിട്ടും വിച്ചാട്ടുകവലേനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് വിവരങ്ങളൊക്കെ ലഭിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.